എന്നും അടിപൊളി ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ല നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് സംഭവം ഒരു മെനക്കെട്ട ദിവസമായിരുന്നു. ചെയ്ത 2 ക്രാഫ്റ്റും നല്ല രീതിക്ക് ഫ്ലോപ്പായിട്ടുണ്ട്. ഇത് പിന്നെയും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയൊക്കെയോ ഫൈനൽ ലുക്കിൽ കുറച്ച് ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞ് ചെയ്ത് തരണം. എൻ്റെ ഒരു 1.5 മണിക്കൂർ കളഞ്ഞിട്ട് തല പുകഞ്ഞ് ചെയ്ത ഒരു ക്രാഫ്റ്റായിരുന്നു. അതിൻ്റെ വീഡിയോ എന്തായാലും ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് വരാം. ഉദ്ദേശിച്ച സംഭവം നിങ്ങൾക്ക് വരയൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. വാഷി ടേപ്പാട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ ഇതിൽ ഞാൻ അടിച്ചിട്ടുള്ളത് വാട്ടർ കളറാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ഈ പെയിൻറ്റും സ്കെച്ചും ഒക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ അങ്ങനെ വാട്ടർ കളർ യൂസ് ചെയ്യാറില്ല. കാരണം എനിക്ക് പൊതുവേ പണ്ട് തൊട്ട് ഈ വാട്ടർ കളറിനോട് വലിയ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഒട്ടും ഇഷ്ടമല്ല. അതായത് അടിക്കുമ്പോൾ നല്ലതായിരിക്കും, പിന്നെ ഉണങ്ങുമ്പോൾ ഒരുമാതിരി ഇരിക്കും. അതുകൊണ്ട് ഞാനങ്ങനെ വാട്ടർ കളർ അടിക്കാറില്ല. എന്തൊരു വീഡിയോയിലും അങ്ങനെ വാട്ടർ കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കടയിൽ സ്റ്റേഷനറി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയ സമയത്ത് അവിടെ ഒരു കുഞ്ഞ് ഡപ്പയിൽ 30 രൂപയ്ക്ക് വാട്ടർ കളർ ഇരിക്കുന്നുണ്ടോ. അതും 10-12 ഷെയ്ഡ്സോ കുറേ ഉണ്ട്. പക്ഷേ ഇതൊരു ഭയങ്കര കുഞ്ഞതാട്ടോ. അതായത് ഞാൻ ഇതിനെ കാണിച്ചു തരാവേ. ഈ ഒരു വീഡിയോയിൽ ഞാൻ എവിടെയോ അതിനെ കാണിച്ചിട്ട് അതേണ്ട ഇത് തന്നെ ഈ ഒരു സംഭവം. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഓക്കെ, നല്ല ക്യൂട്ടായിട്ട് തോന്നി, ഭയങ്കര കുഞ്ഞതായപ്പോൾ അങ്ങനെ ഒരു കൗതുകത്തിന് മേടിച്ചാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഭയങ്കര വെള്ളം പോലായിരുന്നു. എനിക്കതുകൊണ്ട് എൻ്റെ ടെക്സ്ചർ അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഡിസൈൻ ചെയ്ത് വന്നപ്പോൾ ആ നീല എനിക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ നീല ഞാനെടുത്ത് അങ്ങോട്ട് ഒഴിവാക്കി. പിന്നെ സ്റ്റെപ്സൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ആദ്യം ഇതുപോലൊരു പേപ്പറിൽ ഇങ്ങനെ നീളത്തിൽ ഓരോന്നിങ്ങനെ വരച്ചെടുക്കാം, ലൈൻസ് നിങ്ങൾക്ക് വേണ്ട വലുപ്പത്തിൽ. എന്നിട്ട് ഇഷ്ടമുള്ള കളേഴ്സൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലൊന്ന് ജസ്റ്റ് ഫെവിക്കോളൊക്കെ വെച്ച് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഒരു വലിയ മാലയാക്കാം. എന്നിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ കുറച്ചൊന്ന് പശ തേച്ചാൽ നല്ലതായിരിക്കും. എനിക്ക് ആ ബോധം പിന്നാണ് ഉദിച്ചത്. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെയും എൻഡിങ്ങിൻ്റെ അവിടെയും ശകലം ഞാൻ ഫെവി സ്റ്റിക്ക് ഒട്ടിച്ചിട്ടുണ്ട്. അതാകുമ്പോൾ വലിയ പശയുമില്ല. ഫെവിക്കോളൊന്നും വെച്ചാൽ ആരും ഒട്ടിക്കല്ല കേട്ടോ. ജസ്റ്റ് അത് വെച്ചിട്ട് ഫെവി സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു പേപ്പർ വെച്ചാൽ റെഡി.